ഇനി നമുക്ക് പ്രാണായാമയിലേക്ക് കടക്കാം. പ്രാണായാമ നമ്മളുടെ ശ്വസനത്തെ നിയന്ത്രിച്ച്, അതായത് പ്രാണനെ ഉണർത്തി അവയുടെ പ്രവാഹം ശരീരത്തിലെ ഓരോ അണുവിലും ആവശ്യത്തിനെത്തിച്ച് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡിശുദ്ധി പ്രാണായാമം. നാഡിശുദ്ധി പ്രാണായാമം നമ്മളുടെ ഇടപിംഗള നാഡികളെ സന്തുലനാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കി നമ്മളുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുന്നു. കൂടാതെ നമ്മളുടെ നാഡീവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരും നിവർന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കണ്ണുകൾ മൃദുവായി അടച്ച് തോളുകൾ തളർത്തിയിട്ട് ഇടതുകൈ ചിന്മുദ്രയിലും വലതുകൈ നാസികമുദ്രയിലും പിടിക്കുക. തുടർന്ന് രണ്ട് മൂക്കിലൂടെയും ആദ്യം ശ്വസിക്കുക. ഇനി നിങ്ങൾ വലതുകൈ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തള്ളവിരൽ കൊണ്ട് വലതു മൂക്കിനെ പതുക്കെ അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വസിക്കുക. തുടർന്ന് മോതിരവിരൽ കൊണ്ട് ഇടതു മൂക്ക് അടച്ച് പിടിച്ച് വലതു മൂക്കിലൂടെ ഉച്ഛ്വസിക്കുക. തുടർന്ന് വലതു മൂക്കിലെ തന്നെ ശ്വാസമെടുത്ത് ഇടതു മൂക്കിലൂടെ ഉച്ഛ്വസിക്കുക. ഇപ്പോൾ നാഡിശുദ്ധി പ്രാണായാമയുടെ ഒരു റൗണ്ട് പൂർത്തിയായി. തുടർന്ന് ഇടതു മൂക്കിലൂടെ ശ്വസിച്ച് നിങ്ങളുടേതായ വേഗത്തിൽ നാഡിശുദ്ധി പ്രാണായാമ തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അർപ്പണ മനോഭാവത്തോടു കൂടി നിങ്ങൾ നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുക. ഇപ്പോൾ ചെയ്യുന്ന റൗണ്ട് പൂർത്തിയായാൽ, അതായത് വലതു മൂക്കിലൂടെ ശ്വസിച്ച് ഇടതു മൂക്കിലൂടെ ഉച്ഛ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലതുകൈ ചിന്മുദ്രയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് കുറച്ചു നേരം കൂടി നിശ്ചലമായി സ്ഥിതി ചെയ്യുക.